ഞാൻ പ്രസവിച്ച കുട്ടീനെ എനിക്ക് തരാൻ സൗകര്യം ഇല്ലാന്ന് പറയാം. നിങ്ങൾ ആരാണ്? അല്ല, നിങ്ങൾ സ്വന്തം ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കും. ഞാൻ പ്രസവിച്ച കുട്ടിയാണ്, ഞാൻ നൊന്ത് പറ്റ കുട്ടിയാണ്. ആ കുട്ടിയെ എൻ്റെ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നത്തിൽ ഞാനുമായിട്ട് അകന്നു കഴിയണം. അപ്പം എനിക്ക് ആ കുട്ടീനെ തരാൻ സൗകര്യം ഇല്ലാതെ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? സഹിക്കുന്നതിന് ഒരു അവരുടെ സ്വന്തം ചോരയിൽ പറഞ്ഞ സ്വന്തം കുട്ടിയെ കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞത് ആരാണ്? അത് ഭാര്യ മരിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നപ്പം ഇദ്ദേഹം അവരെ മകളുടെ കൂടെ ഒരു ബെഡിൽ ഒരേ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അറപ്പും വെറുപ്പും തോന്നിയെന്നാണ് ഇവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്നോട് പറഞ്ഞത് ഈ പാപ്പം ഭയങ്കര മോശമാണ്, സ്വന്തം മോളെ കൂടെ ഭാര്യ മരിച്ചപ്പം ഒരേ ബെഡിൻ്റെ ഒരു ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ കിടന്നുറങ്ങുകയാണ് ഇയാൾ. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവർ പറഞ്ഞത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ വീഡിയോക്കകത്തുള്ളൊരു കമൻറ്റാണ്. ആ കമൻറ്റ് ഇങ്ങനെയാണ്: ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രം വരുന്ന കുറേ യൂട്യൂബേഴ്സും നിയമവും നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് ഇല്ലേ, അവരൊക്കെ വീഡിയോ ഇട്ടാൽ ഒരുപക്ഷെ ഇത് നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ കഴിയും. അപ്പോൾ ഗുരുതരമായിട്ടുള്ളൊരു കാര്യത്തിനെക്കുറിച്ചാണ് ഇവിടെ ആൾക്കാർ കമൻറ്റ് ചെയ്തേക്കുന്നത് മനസ്സിലായി. ഒരു വലിയ യൂട്യൂബറോ മറ്റു വലിയ സംഭവമൊന്നുമല്ല ഞാൻ. എങ്കിലും ഈ ഒരു സാധനം എൻ്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് കുറേ അധികം ആൾക്കാരെങ്കിലും ജീവൻ റെയിൽവേ ക്രോസിൻ്റെ അകത്ത് മറ്റേ ഷൈനിയുടെ കേസ് കേട്ടതുപോലെ അവിടെയും അതുപോലെ തന്നെ മറ്റ് വെള്ളത്തിലേക്ക് ചാടിയും അതുപോലെ തന്നെ കയറിലും വിഷം കഴിച്ചുമൊക്കെ മരിക്കുന്നത് എന്തിനാണ് കാരണം എന്നുള്ള കാര്യം തിരക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൈ കൊടുത്തിരുന്നുവെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കഴിയുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഞാനും ഇതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. ജീവിതത്തിലേക്ക് ഈ പ്രിയപ്പെട്ട സഹോദരി ഈ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ മരിക്കാനെടുക്കുന്ന ആ തീരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു അംശം നിങ്ങൾക്ക് ജീവിക്കാൻ ആ ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മറ്റൊരു തരത്തിലേക്ക് മാറും. അതുകൊണ്ട് അതൊന്നും ഒരു പരിഹാരമല്ല. എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം അവർ തന്നെ പറയട്ടെ, നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ കോട്ടയത്ത് ഏറ്റുമാനൂർ ഒരു ഷൈനി എന്ന് പറഞ്ഞൊരു ലേഡി സൂയിസൈഡ് ചെയ്തു മക്കളെ എടുത്തിട്ട്. അവർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെങ്ങനെ ജീവിക്കാൻ വിടുന്നില്ല അവരെ കൂടെയുള്ള ആൾക്കാർ. അവരെ ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, വിമർശിക്കുക. അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ നോക്കുമ്പോഴും അവരെ പിന്നെയും പ്രൊവോക്ക് ചെയ്യുക, ട്രിഗർ ചെയ്യുക, വിഷമിപ്പിക്കുക. അങ്ങനെ അവസാനം ഒരു വഴിയില്ലാതെ ആയിരിക്കില്ല അവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അവസാനം അവരെ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ അവരെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നു. ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് എൻ്റെ സിറ്റുവേഷൻ. ഞാൻ എത്രയൊക്കെ എഴുന്നേറ്റ് ഓടാൻ നോക്കുമ്പോഴും എന്നെ പിടിച്ച് വലിച്ച് ബാക്കോട്ടേക്ക് വലിച്ച് വീണ്ടും എന്നെ കുത്തി നോവിച്ച് മെൻ്റലി ഹരാസ് ചെയ്ത് രസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാനൊരു സത്യം പറയട്ടെ, എൻ്റെ മക്കൾക്ക് അമ്മയില്ലാതെ ആക്കരുത്. എനിക്ക് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. എന്നെ കെട്ടിയിട്ട് അടിച്ചു. ഞാൻ ഓടി രക്ഷപ്പെട്ടപ്പോൾ എൻ്റെ പിന്നാലെ ഓടി വന്ന് എന്നെ പിടിച്ച് വലിച്ച് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കി. ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇതിന് പരാതി കൊടുത്തു, ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ പുതിയൊരു അലിഗേഷൻ. എനിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയട്ടെ, എനിക്കങ്ങനെ ബന്ധമുണ്ട്. ഒരു പെണ്ണിനെ എത്രത്തോളം മോശമാക്കി കാണിക്കുക അത്രത്തോളം നിങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? ഓരോ ദിവസവും നമ്മൾ രാവിലെ പത്രം എടുക്കുമ്പോഴും അല്ലെങ്കിൽ മാധ്യമങ്ങൾ തുറക്കുന്ന സമയത്തും ഓരോരോ കാര്യങ്ങൾ കേൾക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പിന്നെ നമ്മുടെ എന്താ പറയുക ലഹരി മറ്റ് പരിപാടികളൊക്കെയാണ്. എങ്കിലും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അകത്ത് കുറേ അധികം ആൾക്കാർ നിരന്തരമായിട്ട് ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ നേരിട്ടിട്ട് അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവരെ വീണ്ടും തളർത്തി നശിപ്പിച്ച് നാമാവശേഷമാക്കിക്കൊണ്ടുള്ള ഒരുപാട് ജീവിത കഥകൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലിൽ കൂടി നമ്മൾ സംസാരിച്ച് പോകുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നതാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് കുറേ അധികം ആൾക്കാർ സാഡിസ്റ്റുകളായിട്ട് നമ്മുടെ ഇടയിൽ പതിയിരിക്കുന്നുണ്ട്. അതിനകത്ത് ഈ സ്ത്രീയെപ്പോലെ ഈ കുട്ടിയെപ്പോലെ അവരെ ഷൈനിയുടെ കാര്യം ഉദാഹരണ സഹിതമാണ് പറയുന്നത്, എന്നെ അതുപോലെ ആക്കരുതെന്ന്. അതായത് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ക്ലേശകരമായ സിറ്റുവേഷനിലൂടെ കടന്നുപോയി അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഉള്ളവരും അവരെ കാണുന്നവരും ഒക്കെ അവരെ പിച്ച് ചിന്താൻ വേണ്ടി നിൽക്കുന്നൊരു കാഴ്ച. എങ്ങനെയാണ് നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്ത് പോകേണ്ടത്? ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഇത് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം അവർ നിയമ സംവിധാനം അഥവാ നിയമപരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്തിട്ട് അതിനൊത്തുള്ള ഒരു കാര്യവും അവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേർ, അപ്പോൾ നമ്മൾ ഡോക്ടർ എലിസബത്തിൻ്റെ കാര്യം സംസാരിക്കുന്നു. ഇങ്ങനെ പല ആൾക്കാരും പല തരത്തിലും നിയമപരിരക്ഷയോ മറ്റുള്ള കാര്യങ്ങൾ ഇവരിപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാണ്, എന്നിട്ട് പോലും അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അവരെ ക്രൂരമായ പീഡനത്തിൽ പിടിച്ച് വീണ്ടും തല്ലുക എന്നൊക്കെയുള്ള കാര്യം ഗാർഹിക പീഡനം തന്നെയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ കുട്ടികളും അല്ലെങ്കിൽ കുഞ്ഞും ഒക്കെ ഉണ്ട്. അപ്പം കുഞ്ഞിന് അമ്മ ഇല്ലാതാക്കരുതെന്നൊക്കെ പറഞ്ഞൊരു സ്ത്രീ വിതുമ്പുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് നമ്മളത് അഡ്രസ്സ് ചെയ്ത് പോവേണ്ടത്? നമ്മുടെ സമൂഹത്തിൻ്റെ ഈ സാഡിസ്റ്റ് മെൻറ്റാലിറ്റി എവിടെയാണ് മാറേണ്ടത്? അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ശരിക്കും എന്താ വേണ്ടത്?
എൻ്റെ ഈ റിലേറ്റീവ്സ് എന്ന് പറയുന്ന ആൾക്കാരോടും എൻ്റെ ഈ ബന്ധുക്കളോടും ബാക്കിയുള്ള ബന്ധുക്കളോടും എൻ്റെ വീട്ടുകാരോടും എൻ്റെ എനിക്കെതിരായിട്ടുള്ള കുറച്ച് നാട്ടുകാരോടുമാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇല്ലാതായാൽ നിങ്ങൾക്ക് സന്തോഷമാകുമോ? ഞാൻ ജീവിക്കാൻ പാടില്ല എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? എന്താ നിങ്ങൾക്ക് വാട്ട് യു ആർ എക്സ്പെക്ടിങ് ഫ്രം മീ? എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ എന്താ ചെയ്ത്? അവരെ പറയുന്നതിനകത്ത് ഒരുപാട് വലിയ ക്രൂരമായ കാര്യങ്ങളുണ്ട്. ഇതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇപ്പം എന്തായിരുന്നാലും അവർ ഇതിനെക്കുറിച്ച് കുറച്ചധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാനിതിനകത്ത് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയപ്പോഴേക്കും അതിനകത്ത് ഇതിനു മുമ്പ് മോനെ കിട്ടിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി, മനസ്സിനേറ്റ മുറിവുണക്കാൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് പറയുന്നത്, മക്കൾക്ക് സന്തോഷമായി. ഓക്കെ, മക്കൾ 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, കൊച്ചു കുഞ്ഞുങ്ങളാണ്, കൊച്ചു എൻ്റെ അവനുൻ്റെ അനുജപ്പൻ്റെയൊക്കെ ഉള്ള 2 കുട്ടികൾ. എന്നെ ചതിച്ചു കേസ്, വീണ്ടും എന്നോട് ഇത് വേണ്ടായിരുന്നു, കുട്ടിയെ തരാം, എഗ്രിമെൻ്റ് എഴുതി തരണം, ഗതികെട്ട അമ്മ എന്നൊക്കെ പറയുന്നു. നായക്കൂട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നായക്കൂട്ടിൽ കിടന്നോ, പോയിട്ട് സ്ഥലമില്ലെങ്കിൽ ഈ റൂം മരുമോൻ കൊടുക്കുക. അതായത് നായയുടെ കൂട്ടിൻ്റെ അകത്ത് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഞാനോ? എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക, കുഞ്ഞാമ്മ കരഞ്ഞ് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ ആയതെങ്ങനെ? സത്യം, അമ്മമ്മ ആയതെങ്ങനെ? ഇതെന്തുവാണ് ഇത്? ഭയങ്കര പ്രശ്നമാണല്ലോ. എന്നെ അടിച്ചിറക്കി വീട്, ഞാൻ പണിത തീർത്ത എൻ്റെ വീട്ടിൽ നിന്ന് പുള്ളിക്കാരത്തെ അടിച്ചിറക്കി. ചേച്ചിയുടെ ഭർത്താവിനോട് അനിയത്തിക്ക് കാതലും. എന്താണ് ട്രയാങ്കിൾ ലവോ? കൂടെ നിന്ന് കുത്തി, കൂടപ്പറപ്പ് തന്നെ കൂടെ നിന്ന് കുത്തി എന്ന് പറയുന്നു. അനിയത്തിയുടെ ഭർത്താവ് ചേച്ചിയോട് ചെയ്തത്, കെട്ടിയിട്ട് എന്നെ ഇട്ടു കാസർഗോഡിൽ. സോ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ ബാധിക്കപ്പെട്ടൊരു ലേഡിയാണ് ഈ നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്നത്. അത് ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല. കണ്ണൂരെന്നാണ് കിടക്കുന്നത്. കണ്ണൂരാണോ വയനാടോ അറിയത്തില്ല, എനിക്ക് നോക്കാം, കേട്ടു. ഓരോ പ്രാവശ്യം വിഷമിക്കുമ്പോഴും ഓരോ പ്രാവശ്യം സങ്കടം വരുമ്പോഴും എൻ്റെ മനസ്സിനെ ഞാൻ ഡൈവേർട്ട് ആക്കാൻ വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങൾ പെറ്റ്സിൻ്റെ അടുത്ത് പോയിട്ടും പെറ്റ്സിനെ വളർത്തിയിട്ടും ട്രാവൽ ചെയ്തിട്ടും റൈഡിന് പോയിട്ടും ഞാൻ എൻ്റെ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ ഞാൻ മാറ്റി ശ്രമിച്ച് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ സെറ്റാക്കി വെച്ചിട്ടാണുള്ളത്. എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഭയങ്കര മോശമായിട്ട്. ഇപ്പോൾ അവരെ മെയിനായിട്ടുള്ളൊരു കമൻറ്റ് എന്താണെന്നറിയോ? ഇത് ആദ്യത്തെ ബന്ധത്തിലുള്ളതാണോ, പിന്നത്തെ ബന്ധത്തിലുള്ളതാണോ, ഇത് ഈ ബന്ധത്തിലുള്ളതാണോ? ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയട്ടെ, എനിക്ക് ആകെ ഒരു ഭർത്താവും 2 കുട്ടികളേ ഉള്ളൂ. അല്ലാതെ കുറേ ബന്ധങ്ങളും അതിൽ കുറേ കുട്ടികളും അങ്ങനെയുള്ളൊരു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ മോശമായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല ഞാൻ. നിങ്ങൾ അങ്ങനെ വരുത്തി എൻ്റെ സഹോദരി, ഞാനൊരു കാര്യം പറയട്ടെ. സമൂഹത്തിനെ ബോധിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സമൂഹത്തിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് നല്ലവരായിട്ട് ജീവിക്കേണ്ട കാര്യവും നമുക്കില്ല. നമുക്ക് എന്താണോ ഇഷ്ടം, നമ്മൾക്ക് എന്താണോ സന്തോഷം, നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് അനുവദിക്കുന്ന ഈ നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, അത് നിന്നുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. അല്ലാതെ ഈ കമൻറ്റ് ബോക്സുകളിലുള്ള കമൻറ്റ് കണ്ടിട്ട് നമ്മൾ വേദനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെയൊക്കെ പൂരത്തെറിയാണ് വിളിക്കുന്നത്. അത് കുറേ കാലം കൊണ്ട് കേൾക്കുന്നതുമാണ്. അത് നമുക്കൊക്കെ യൂസ്ഡ് ആയതുകൊണ്ടാവാം. നിങ്ങൾ ഈ വിളിക്കുന്ന തെറികളോ അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം മോശമായിട്ട് പറയുന്ന കാര്യങ്ങളിലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ട്രിഗർ ആവുന്ന സമയത്ത് അവർ ശരിക്കും നിങ്ങളുടെ വീക്ക്നെസ്സിലേക്ക് വീണ്ടും അടിക്കും. ഓക്കെ, ഒരു ബോക്സിംഗ് നടക്കുന്ന സമയത്ത് ഒരു എതിരാളിയുടെ ഒരു കാലിലോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മാത്രം മറ്റേ അടിച്ചുകൊണ്ടിരിക്കും. ആ സ്ഥലം വീക്കായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും അടിക്കും. അതോടുകൂടി അയാൾ അവിടെ വീഴുകയാണ്. അതായത് നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കരുത് ദയവായി. കാരണം നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റ് കണ്ടിട്ട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുക, നിങ്ങളെ എങ്ങനെയെങ്കിലും ഇതുപോലെ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ അതിലേക്ക് വീണ് കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ ഇതിന് റിയാക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അവർ അതേ കാര്യം വീണ്ടും ചെയ്യുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റ്സ് വേണ്ട അല്ലെങ്കിൽ വരണ്ട എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻസിനെ സ്ട്രിക്റ്റ് ആക്കാം. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് യൂട്യൂബ് തന്നെ തരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ബാഡ് കമൻറ്റ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ തെറിവിളിയാണെങ്കിൽ ആ കമൻറ്റിൻ്റെ ആ പർട്ടിക്കുലർ വേർഡ്സ് തന്നെ നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് എന്താ പറയുക ഫിൽട്ടർ ചെയ്ത് എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. യൂട്യൂബിൻ്റെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ കമൻറ്റ് സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ മനസ്സിനെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ, എനിക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ, നമ്മളീ കാണുന്ന എല്ലാവർക്കും ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഇതൊരു ഗിഫ്റ്റാണ് ഈ ലൈഫ്. ആ ലൈഫിനെ പരമാവധി നന്നായിട്ട് ജീവിക്കുക. നിങ്ങളെപ്പോലെ ഒരു അമ്മ എനിക്കുണ്ട്. അതായത് നിങ്ങളൊരു അമ്മയാണ്, അതുപോലെ എനിക്കും ഒരു അമ്മയുണ്ട്. അതുപോലെ ഈ കാണുന്ന എല്ലാവർക്കും അമ്മമാരുണ്ട്. അതിൽ പല അമ്മമാരും ഇതുപോലുള്ള സഫറിങ്സ് ഒക്കെ കടന്നു വന്നിട്ടൊക്കെ തന്നെയാണ് നമ്മളെപ്പോലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കുട്ടികളെ ഓർത്ത് നിങ്ങൾ മറ്റുള്ളതെല്ലാം വിട്ടിട്ട് നിങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക. തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളെ ഇപ്പോൾ താൽക്കാലികമായിട്ടും കുറേ ആൾക്കാർ കാണാതിരിക്കും. പക്ഷേ നിങ്ങളെ കാണുന്ന ആൾക്കാരും നിങ്ങളെ കേൾക്കുന്ന ആൾക്കാരും വരും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാം. തീർച്ചയായിട്ടും വേണ്ടി ശ്രമിക്കണ്ട. ഞാൻ ഇതുവരെയും പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ ആ കാര്യങ്ങൾ പറയാതെ ആയിരിക്കും പോണ്ടി വരിക. അതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് പകുതി കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ പോവാണ്. അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ഇനി അതിനെയൊന്നും പേടിക്കുന്നില്ല.
ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞ അലിഗേഷൻസ് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഞാൻ എൻ്റെ സൈഡ് ഓഫ് സ്റ്റോറി ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞു ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് നിങ്ങൾ പറയുന്നത്? എന്നെ കെട്ടിയിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് മാനസിക പ്രശ്നമുണ്ടോ? നിങ്ങൾ പറഞ്ഞു ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആണ്. ഞാൻ അന്ന് നേരെ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. എന്നെ അനിയത്തിൻ്റെ ഭർത്താവ് കെട്ടിയിട്ട് അടിച്ചതിൻ്റെ ആ ഒരു കാര്യത്തിൽ ഞാൻ അഡ്മിറ്റ് ആയി. അനിയത്തിയുടെ ഭർത്താവ് ചേച്ചി കെട്ടിയിട്ട് അടിക്കുകയോ? അനിയത്തിയുടെ ഭർത്താവ്, അതായത് ഈ കുട്ടിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഇവരെ കെട്ടിയിട്ട് അടിക്കുന്നു. എന്തിന്? ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് കെട്ടിയിട്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. വളരെ വലിയ ഒഫൻസ് അല്ലേ? ഇപ്പം ഞാൻ തന്നെ അവിടുന്ന് പറഞ്ഞു എന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കത് പ്രൂവ് ചെയ്യണം. അവിടെയുള്ള ഡോക്ടർ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല, അവർ നോക്കി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എല്ലാ റിസൾട്ടും നെഗറ്റീവാണ്. ഞാൻ ഇന്ന് വരെ ഒരു ഡ്രഗും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനത് വന്ന് പറഞ്ഞപ്പോൾ അവർ പറയാണ് അത് ഞാൻ എൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് ചെയ്യിപ്പിക്കുകയാണ്. ഒരാൾക്കും ഇങ്ങനത്തെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് വെച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നിൽക്കട്ടെ. നിങ്ങളടുത്ത് ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് എൻ്റെ ബ്ലഡ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അതിൽ പോസിറ്റീവ് റിസൾട്ട് വന്നാൽ നിങ്ങൾ പറയുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ. ഇവര് തുടക്കത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഇവർ റൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ലേഡി ഇച്ചിരി വണ്ടി ഓടിച്ചാലോ, അവരിച്ചിരി യാത്ര പോയാലോ, സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് കുറച്ച് ദൂരമൊക്കെ പോയാലോ, അങ്ങനെ റൈഡിംഗ് ഒക്കെ ചെയ്തിരുന്നാലോ അവരൊക്കെ കിട്ടുന്ന ഒരു പേരൊക്കെയാണ് ഇപ്പോൾ ഡ്രഗ് അഡിക്റ്റ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അവർ സ്വാഭാവികമായിട്ടും നമ്മുടെ സാമൂഹിക ദ്രോഹികളാണ്. അവരെ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ബട്ട് അല്ലാതെ ഒരു സ്ത്രീ അവരുടെ ലൈഫ്, നമുക്കിപ്പം ഒത്തിരി വേദനയും സങ്കടമൊക്കെ വന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട്, ഞാനൊക്കെ ആ സ്വഭാവമുള്ള ആളാണ്, ചിലപ്പം നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് വണ്ടി എടുത്തുകൊണ്ടൊക്കെ കുറേ ദൂരം ഇങ്ങനെ പോകും. ആ മഴ നനഞ്ഞ് ആ കാറ്റടിച്ച് ആ തണുപ്പൊക്കെ ഏറ്റുവാങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്രകൃതിയുമായിട്ടൊരു കണക്ഷൻ വരുമല്ലോ. ആ കണക്ഷൻ വരുന്ന സമയത്ത് ശരിക്കും പറയാം നമുക്കൊരു മനസ്സിന് സന്തോഷം കിട്ടുന്നേ. അതുപോലെയൊക്കെ റൈഡിന് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് സന്തോഷം കിട്ടും, മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത് നമുക്കൊരു വേറൊരു പോയിന്റ് ഓഫ് വ്യൂ കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ ചെയ്യുന്നതൊക്കെ കൊണ്ട് അവർക്ക് കൊടുക്കുന്ന പേര് അവർ മറ്റേ അഡിക്റ്റ് ആണ്. വൈ? ബിക്കോസ് ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഡ്രഗ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല. എന്നെ ഏതെങ്കിലും തരത്തിൽ തളർത്താൻ വേണ്ടി നിങ്ങൾ പറയുന്ന ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ ആണ് ഇതൊക്കെ. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ഞാൻ മാനസിക രോഗിയാണ്. അതും ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്ന ഹോസ്പിറ്റലിൽ നിങ്ങൾ പറയുന്നിടത്ത് വന്ന് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ രണ്ട് കാര്യങ്ങളും തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഡ്രഗ്സ് ഒക്കെ അങ്ങനെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ടെസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് കുറേ കാലം കൊണ്ട് അതിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടുള്ള ചേഞ്ചസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും, അത് കണ്ടെത്താൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒരു നല്ലൊരു കൺസൾട്ടിങ് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്താൽ പോലും ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഇന്ന് കിട്ടും. ഈ സംസാരിക്കുന്ന സ്ത്രീക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമില്ലെന്ന് അവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് കോമൺ സെൻസ് ആണ്. പെൺകുട്ടിക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഈ ഒരു സാധനം കേട്ടുകൊണ്ട് ജീവിക്കുന്നതിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നത് സത്യം ഞാൻ പറയാലോ, എനിക്ക് വ്യൂസിനോ ലൈക്സിനോ അല്ലെങ്കിൽ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് സംസാരിക്കാൻ, എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ എനിക്കൊരു ഒരു പ്ലാറ്റ്ഫോം വേണം. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടും ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസും എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഓപ്പൺ ആയിട്ട് പറയണം. അത് ഞാൻ വന്ന് പറയുമ്പോഴും അതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാരെ സെറ്റാക്കി വെച്ചിട്ട് ഭയങ്കര മോശമാക്കിയിട്ട് കമൻ്റ് അടിക്കാം, വീണ്ടും എന്നെ ട്രിഗർ ചെയ്യുക, പ്രൊവോക്ക് ചെയ്യുക. ഞാൻ ഇല്ലാണ്ടായാലും നിങ്ങൾക്ക് സമാധാനമാവോ, സന്തോഷമാവോ? ഇത് ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. അതായത് നിങ്ങളുടെ വീക്ക്നെസ് അവർ മനസ്സിലാക്കി, അതുകൊണ്ട് അവർ ഇനിയും ചിലപ്പോൾ കമൻറ്റ് ഇടും. നിങ്ങൾ ആ കമൻറ്റുകളെ നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് അത് അങ്ങനെ കമൻറ്റ് വരുത്താതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുക. ബ്ലോക്ക് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഹൈഡ് ചെയ്യുക നമ്മുടെ അക്കൗണ്ടിൽ തന്നെ അവർ പോകും. പിന്നെ അവർക്ക് നമ്മുടെ അക്കൗണ്ടോ നമ്മുടെ ഒന്നും കാണാനോ പോലും പറ്റത്തില്ല. അപ്പം വീണ്ടും വരുവാണെങ്കിൽ വീണ്ടും അങ്ങ് കളഞ്ഞേക്കുക. അതിൽ നമ്മൾ വറീഡായി കാണിച്ചു കഴിഞ്ഞാൽ അവരത് എല്ലാ വഴിക്കും നിങ്ങൾ അങ്ങനെ മാനസികമായിട്ട് തളർത്തുകയില്ലേ ചെയ്യും. ദയവായി അതിൽ നിന്ന് മുന്നേ വരിക. ഓക്കെ, പല ആൾക്കാരും ലാസ്റ്റ് വേണ്ട ഇനി ജീവിക്കേണ്ടെന്ന് വെക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവരെ പിന്നാലെ നടന്നിങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അവർക്കൊരു മെൻ്റൽ പീസ് ഇല്ലാണ്ടാവുമ്പോഴാണ് അവർ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. ഞാൻ ഓപ്പൺ ആയിട്ട് ഇന്ന് ഈ ലോകത്ത് ഈ നിമിഷം വരെ കടബാധ്യതകൾ കൊണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആക്രമണങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ ചില എന്തെങ്കിലും ഭീതി എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ഭയം കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് യാതൊരു ഹോപ്പും ഇല്ലാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പൂർണ്ണമായ ബോധ്യം വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ധൈര്യം, ആ ധൈര്യത്തിൽ അവർക്ക് മുമ്പിൽ വേറെ ഒന്നുമില്ല. അവരൊന്ന് ഈ തുടക്കത്തിൽ ഈ സഹോദരി പറഞ്ഞതുപോലെ ഒന്ന് കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ തന്നെ ഇന്ന് ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞ ഒരു 90% ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടായേനെ. ആ സമയത്ത് അവരെ കേൾക്കാനോ, കുറ്റപ്പെടുത്തുന്നവർ വീണ്ടും അതിൻ്റെ മേലെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് തകർന്നു പോകുന്നവർ വീണ്ടും തകർന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അത് അവർക്ക് മറ്റവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അവരുടെ വിജയമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ വിജയമാണ്. പക്ഷേ കേട്ടോണ്ടിരിക്കുന്ന ആളുടെ ജീവിതത്തിൻ്റെ തകർച്ചയാണ്, ഹോപ്പ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ദൗർഭാഗ്യകരമാണ്. അവരുടെയൊക്കെ ജീവിതം നശിപ്പിച്ചിട്ട് അവർ നടന്നു പോവേണ്ടിയിരുന്ന മരണത്തിലൂടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് ഇവരെത്തി.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുന്ന സാഡിസ്റ്റുകൾ, ആ സാഡിസ്റ്റുകൾക്കിടയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ സത്യം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, മനോബലം, നമ്മുടെ മനഃശക്തി, നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കാതിരിക്കുക. നമുക്ക് പ്രതിബന്ധങ്ങൾ വരണ സമയത്ത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിനെ പക്വതയോടുകൂടി നമ്മൾ എടുക്കുക. എല്ലാവർക്കും അത് കഴിയണമെന്നില്ല കേട്ടോ. ഭയങ്കര ഡിഫിക്കൽട്ടീസിലൂടെ കടന്നു വന്നാൽ മാത്രമേ ആ ഒരു കാര്യമൊക്കെ നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും കൂടെ കഴിയൂ. പിന്നെ മൂന്നാമത്തെ അലിഗേഷൻ, എനിക്ക് കുറേ ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. എനിക്ക് ആരായിട്ടാണ് ബന്ധമുള്ളത്? ഈ പറയുന്ന വ്യക്തികൾ കൊണ്ടുവന്ന് തെളിയിക്കണം എനിക്ക് ആരായിട്ടാണ് ബന്ധമുള്ളത്, അല്ല എനിക്ക് അറിയണം എനിക്ക് ആരായിട്ടാണ് ബന്ധമുള്ളത്. പിന്നെ ഈ 10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ച ആളെയോ, അല്ലെങ്കിൽ +1 ട്യൂഷന് പോകുമ്പോൾ ഒന്നിച്ച് കൂടെ പഠിച്ച ആളെയോ, അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ കണ്ട ആളെയോ, നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ കൂടെ ഒന്നിച്ച് ട്രാവൽ ചെയ്ത് കൂടെ പഠിക്കുന്ന ഫ്രണ്ടിനെയോ, ഇതൊന്നുമല്ല നിങ്ങൾ പറയുന്ന ബന്ധം എന്ന് പറയുന്ന സാധനം. നിങ്ങൾ എപ്പോഴും ഒരു പെൺകുട്ടിക്ക് കുറേ ബന്ധങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്താണ് അവിഹിത ബന്ധം, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാം. അത് തെളിയിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് വേണമെങ്കിലും ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കളെന്ന് ഇച്ചിരി സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് എപ്പോഴും ചാർത്തപ്പെടുന്നൊരു പേരാണ് ഈ പറഞ്ഞ സ്ലട്ട് ഷെയ്മിങ്ങിൻ്റെ ഇതിലേക്ക് വന്ന് അവരെ മോശക്കാരിയാക്കുക. അതായത് അവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒത്തിരി മറ്റ് മോശപ്പെട്ട വഴി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് സമൂഹത്തിന് ചാർത്തി കൊടുക്കാൻ പറ്റുന്നൊരു പേരാണിത്. അപ്പോൾ സ്വതന്ത്രയായി, അല്ല നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്നേ, ആണിന് മാത്രമല്ല പെണ്ണിന് സ്വാതന്ത്ര്യമുണ്ട്. പെണ്ണിന് സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് കൊടുക്കേണ്ടത് ആണിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കടമയൊന്നുമല്ല. അവർക്ക് ഈ രാജ്യത്തിൻ്റെ അകത്ത് ഏത് ജെൻഡറുണ്ടോ, ഏത് മനുഷ്യരുണ്ടോ അവർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം തുല്യമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ജെൻഡറോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, ആ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല. നമ്മുടെ ഭരണഘടന ഇല്ല, അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അവർ മോശക്കാരാവുന്ന തരത്തിലേക്കുള്ളൊരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ പഴഞ്ചൻ വൃത്തികെട്ട ചിന്താഗതി, അതാണ് ആ പുള്ളിക്കാരത്തേക്ക് ഉണ്ടാകുന്ന വേദനയുടെ മെയിൻ ഘടകമായിട്ട് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. അവർക്ക് മേൽ ചാർത്തപ്പെട്ടത് സത്യം പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. ജീവിക്കുന്ന ഒരാളെ ഞാൻ, അങ്ങനത്തെ ഒരാളെ കുറിച്ച് നിങ്ങൾ അവിഹിത ബന്ധമുണ്ട് അങ്ങനെ പറയുമ്പോൾ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഹേർട്ട് ആവുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ എന്താ ചോദിച്ചാൽ എനിക്ക് എൻ്റെ കുട്ടീനെ വേണം, എൻ്റെ കുട്ടീനെ തിരിച്ചു തരും, അത് ചോദിക്കും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടുമ്പോൾ അടിയിൽ വന്ന് നിങ്ങൾ എന്താ കമന്റ് ചെയ്യുന്നത്? ഈ കുട്ടി അയാളതാണോ, ഈ കുട്ടി ഇയാളതാണോ, നിങ്ങൾക്ക് എത്ര ആൾക്കാരായിട്ട് ബന്ധമുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അപ്പോൾ അവരുടെ കുട്ടിയെയും അവരുടെ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണേ അമ്മയെ സംബന്ധിച്ചിടത്തോളം, എല്ലാ അമ്മമാരെന്നല്ല, ഒരു മൈനോറിറ്റി ഉണ്ട്. ഈ ഏറ്റവും ജനിപ്പിച്ച കുഞ്ഞിനെ കൊല്ലുക, കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് മേൽ ക്രൂരത അടിച്ചേൽപ്പിക്കുക, വളരെ ചെറിയൊരു മൈനോറിറ്റി. പക്ഷേ അമ്മ എന്നുള്ള ഒരു വാക്കിനെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അമ്മ അല്ലേ, ഈ നമ്മൾ പറയുന്ന ഒരു പൊതുവൊരു സംഭവം, മാതാപിതാ ഗുരുദൈവം. എപ്പോഴും അമ്മ ഒരു ശ്രേഷ്ഠസ്ഥാനം നിൽക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഈ പ്രസവം എന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടി വളർന്ന് വലുതായി ഒരു ഇതാവുന്ന സമയം വരെയും ഒരു മാതാവിൻ്റെ റോളെന്ന് പറഞ്ഞാൽ നമുക്ക് മൃഗങ്ങളിലാണെങ്കിലും മറ്റ് ഇതര ജീവികളിലാണെങ്കിലും എവിടെ നോക്കിയാലും അമ്മയുടെ സ്നേഹം നമ്മൾ കാണേണ്ടതാണ്. അത് സിംഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിംഹത്തിനെ നോക്കി വെക്കും. അവിടെ അവർ കപ്സ്, അത് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എവിടെയും കൊണ്ടുപോയി മാറ്റി നിർത്തുക. കാരണം ഈ ആണിനെ പോലും കാണിക്കത്തില്ല, ആണ് കടിച്ച് കൊന്നുകളയും, ഓക്കെ, തിന്നുകളയും. അപ്പോൾ അതിനെ ആ ആണിൻ്റെ അടുത്തുനിന്ന് ഫൈറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരും. അപ്പോൾ അതിലൊരു അമ്മയാണിത്. ആ കുഞ്ഞിനെയും കൂടെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ പെയിൻ എന്ത് മാത്രമായിരിക്കും അറിയില്ല. എനിക്ക് എന്തെങ്കിലും ഞാൻ നാളെ എൻ്റെ മക്കൾക്ക് അമ്മയില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, കോഴിക്കോട് ഫറോക്കിലുള്ള മനോജ്, എൻ്റെ മാമൻ, ഞാൻ ഇതിൽ വോയിസ് ഇട്ട വ്യക്തി, അയാൾ 1ാം പ്രതിയായിരിക്കും. കാരണം അയാളാണ് എന്നെ ഏറ്റവും കൂടുതൽ മെൻ്റലി കുറച്ച് ദിവസങ്ങളായിട്ട് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ വോയിസ് റെക്കോർഡിൽ പല പ്രാവശ്യം കുട്ടീനെ തരാമെന്ന് കൊണ്ട് എന്നെ പറ്റിച്ച് ഞാൻ അങ്ങോട്ട് പോകും, തിരിച്ചു വരും. ഒരമ്മ സ്വന്തം കുട്ടീനെ കിട്ടുമെന്ന് പറയുമ്പോൾ എത്രത്തോളം സന്തോഷത്തോടെയായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. കിട്ടൂല എന്ന് പറയുമ്പോൾ എത്ര വിഷമമായിട്ടായിരിക്കും. പിന്നെ അയാൾ ലാസ്റ്റ് പറഞ്ഞ കാരണം കുട്ടീനെ തരാൻ സൗകര്യമില്ല. നിങ്ങൾ ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നത്? ഞാൻ പ്രസവിച്ച കുട്ടീനെ എനിക്ക് തരാൻ സൗകര്യമില്ല എന്ന് പറയാം. നിങ്ങൾ ആരാണ്? അല്ല, നിങ്ങൾ സ്വന്തം ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കും. ഞാൻ പ്രസവിച്ച കുട്ടിയാണ്, ഞാൻ നൊന്ത് പറ്റ കുട്ടിയാണ്. ആ കുട്ടിയെ എൻ്റെ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നത്തിൽ എനിക്ക് ഞാനുമായിട്ട് അകന്നു കഴിയണം. അപ്പം എനിക്ക് ആ കുട്ടീനെ തരാൻ സൗകര്യമില്ല എന്ന് വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? സഹിക്കുന്നതിന് ഒരു അവരുടെ സ്വന്തം ചോരയിൽ പറഞ്ഞ സ്വന്തം കുട്ടിയെ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് ആരാണ്? അതെങ്ങനെയാണ്? നിയമം മൂലം ഒരു പരിപാടി നടക്കാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഇതൊന്നും ഈ പോലീസുകാരോ മറ്റുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇത് എന്ത് അടിസ്ഥാനത്തില്ല കുട്ടികളെ തടഞ്ഞു വെച്ചേക്കുവാണോ? നമ്പർ 2, ചമ്പയിൽ അശോകൻ, എൻ്റെ അച്ഛൻ്റെ അനിയൻ. ഈ വ്യക്തിയാണ് എൻ്റെ അമ്മയുമായിട്ട് കൂടി ചേർന്നിട്ട് ഭയങ്കരമായിട്ട് എനിക്കെതിരെ വക്കീലിനെ വെച്ച് കൊടുക്കുന്നതും ഈ വക്കീലിനെ വെച്ച് കൊടുത്തിട്ട് അയാളെ വെച്ച് എനിക്കെതിരെ വാദങ്ങൾ ഉന്നയിക്കുന്നതും എന്നെക്കുറിച്ച് പല സ്ഥലത്തും ഈ വ്യക്തി വളരെ മോശമായ രീതിയിൽ സംസാരിച്ചതായിട്ട് പറഞ്ഞ് എന്നെ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അയാൾ പല സ്ഥലത്ത്, അയാൾ എന്ന് പറയുമ്പോൾ എൻ്റെ പാപ്പൻ, അതായത് എൻ്റെ അച്ഛൻ്റെ സ്വന്തം ബ്രദർ, ഞാൻ പേരൊന്നുകൂടെ പറയാം, ചമ്പയിൽ അശോകൻ. ഈ വ്യക്തിൻ്റെ ഞാൻ ഒരു ഇതിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറയാണ്, ഈ കുട്ടിയുടെ മാമൻ, അതുപോലെ തന്നെ അമ്മയും അച്ഛൻ്റെ സഹോദരനും ഒക്കെ ചേർന്നുകൊണ്ടൊക്കെ ചെയ്യുന്നത്. അതായത് കുടുംബക്കാർ മൊത്തത്തിലാണോ ഈ പുള്ളിക്കാരത്തിക്കെതിരെ നിൽക്കുന്നത്? സ്വന്തം വീട്ടുകാർ. പണ്ട് എൻ്റെ അച്ഛൻ, അമ്മ, ഞങ്ങൾ 2 പേരും 2 മക്കളും
അച്ഛൻ്റെ അനിയനും ഒന്നിച്ച് കാസർഗോഡ് ജില്ലയിൽ വാടക വീട്ടിൽ ഒന്നിച്ചായിരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഇയാളെ കണ്ടുകൂടാ, അങ്ങനെ ഇയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മ ഇയാളെ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇയാൾക്ക് വൃത്തിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്വാർട്ടേഴ്സ് ഇയാളെ പുറത്താക്കി. അത് കഴിഞ്ഞ് വീട് എടുക്കാൻ സ്ഥലം വാങ്ങിയപ്പോൾ ഏട്ടനും അനിയനും ഒന്നിച്ചായിരുന്നു സ്ഥലം വാങ്ങിച്ച്. ആ സമയത്തും അനിയൻ ഞങ്ങളുടെ കൂടെ, അനിയൻ മീൻസ് എൻ്റെ അച്ഛൻ്റെ അനിയൻ ഞങ്ങളുടെ കൂടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തും അമ്മ ഇടപെട്ടിട്ട് അച്ഛനോട് പറഞ്ഞ അച്ഛൻ്റെ അനിയനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇതൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരു വ്യക്തിയായിരുന്നു ഈ അച്ഛൻ്റെ അനിയൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പം പലപ്പോഴും ഇവർ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അമ്മ ഈ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ അച്ഛൻ ഈ ബ്ലോക്കും അൺബ്ലോക്കും ഒന്നും മാറ്റാനും എടുക്കാനൊന്നും അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. അപ്പോൾ മരിച്ചതിന് ശേഷം ആ മരിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ അമ്മ അങ്ങോട്ട് പോയിട്ട്, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ മരിച്ച് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ അമ്മ അവിടെ പോയി. അമ്മ മാത്രമല്ല അമ്മയും അനിയത്തി. ഈ പോയ അമ്മയും അനിയത്തി തിരിച്ച് വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെനിക്ക് ഈ വീഡിയോയിൽ പറയാൻ കുറച്ച് അറപ്പും വെറുപ്പും ഉണ്ട്. പക്ഷേ എന്നെ ഇത്രത്തോളം പ്രൊവോക്ക് ചെയ്ത് ഇത്രയും ട്രിഗർ ചെയ്ത് എൻ്റെ മെൻ്റൽ പീസൊക്കെ കളഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. അവർ പോയി വന്ന് അവരിങ്ങനെയാണ് പറഞ്ഞത്. ഭാര്യ മരിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്നപ്പം ഇദ്ദേഹം അവരെ മകളുടെ കൂടെ ഒരു ബെഡിൽ ഒരേ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അറപ്പും വെറുപ്പും തോന്നിയെന്നാണ് ഇവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്നോട് പറഞ്ഞത് ഈ പാപ്പൻ ഭയങ്കര മോശമാണ്, സ്വന്തം മോളെ കൂടെ ഭാര്യ മരിച്ചപ്പം ഒരേ ബെഡിൻ്റെ ഒരു ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ കിടന്നുറങ്ങുകയാണ് ഇയാൾ, അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവർ പറഞ്ഞത്. ഞാൻ ഈ കാര്യം ഇന്ന് വരെ ആരോടും പറഞ്ഞില്ല. ഫസ്റ്റ് ടൈം ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ വന്ന് പറയുന്നത്. ഇത്രയും അറപ്പും വെറുപ്പും തോന്നുന്നു എന്ന് പറഞ്ഞ ഒരാളെ, അതായത് എൻ്റെ അച്ഛൻ്റെ അനിയനെ, എൻ്റെ അനിയത്തിൻ്റെ കല്യാണം ആയപ്പോഴത്തേക്കും കൂട്ടുപിടിച്ച് തിരിച്ചു വീണ്ടും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ഈ ഭാര്യ മരിച്ച അദ്ദേഹം മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഏട്ടൻ്റെ വീട്ടിൽ. എൻ്റെ അച്ഛന് അറ്റാക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ അനിയൻ കംപ്ലീറ്റ് ആയിട്ട് കോഴിക്കോടുള്ള വീടും, ഭാര്യ ഓൾറെഡി മരിച്ചുപോയി, അവിടെ വേറെ ആരും വീട്ടിലില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഒഴിവാക്കി എൻ്റെ വീട്ടിലാണ് താമസം. അതിനെ ഞാൻ തെറ്റായിട്ട് ഒരു തരത്തിലും വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷേ ഇത്രയും മോശമായി അച്ഛൻ്റെ അനിയനെ പറഞ്ഞ ഒരാളാണ് എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു എന്നാണ് അവർ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്തോ ആയിക്കോട്ടെ. അപ്പം ഇങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ആ വ്യക്തി, ആ കുട്ടിയുടെ ക്വാളിറ്റി ഉണ്ടോ? ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് അയാളുടെ ഒരു ദുസ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ സ്വന്തം അമ്മയടുത്തും അവിടെ ഒക്കെ താമസിക്കുന്ന സമയത്ത് പോലും അയാളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മോശമായിട്ടൊരു കാര്യം പോലും ആ കുട്ടി പറയുന്നില്ല. അതൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളടുത്തൊക്കെ ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്. ഞാൻ എൻ്റെ അറിവിൽ ഇന്ന് വരെ ഞാൻ ഇവരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇവരെ കുറിച്ചോ ഞാൻ ആരോടൊന്നും പറയാനോ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെട്ടിട്ടില്ല ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. തീർച്ചയായും ഞാൻ എൻ്റെ ഇപ്പം പറഞ്ഞ മാമനാണെങ്കിലും അയാളുടെ ഫാമിലി മാറ്റേഴ്സിലൊന്നും ഞാൻ ഇതുവരെ ഇടപെടാൻ പോയിട്ടില്ല. അയാൾ കണ്ട സജേഷ്, വീട് തളിപ്പറമ്പ്, എൻ്റെ അനിയത്തി ഭവ്യ, ഇത്രയും ആൾക്കാർ, ഈ വ്യക്തി 3 വ്യക്തികളുടെ പേര് ഞാനിവിടെ പറയാം. കെട്ടിയിട്ടടിക്കും എൻ്റെ അമ്മ വിളിക്കും. അദ്ദേഹം പറയുന്നത് ഞാനും കൂടെ ചെയ്യാറില്ല, തിരിച്ചു വരും. ഈ വ്യക്തിയുടെ അടുത്ത് പോകുമ്പോൾ ഇയാൾ തൊട്ടടുത്തിരിക്കുന്നവരുടെ അടുത്ത് വളരെ മോശമായ രീതിയിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ കുശു എന്ന് സംസാരിക്കും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല, തിരിച്ചു വരും. ഈ വ്യക്തിയാണ് എന്നെ കെട്ടിയിട്ടടിക്കാനുള്ള ഒരു പ്ലാനിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കി. ഈ വ്യക്തിനെയാണ് എന്നെ കെട്ടിയിട്ടടിക്കും എൻ്റെ അമ്മ വിളിക്കും. അദ്ദേഹം പറയുന്നത് ഞാനും കൂടെ വരട്ടെ, എന്നിട്ട് ഞാനും കൂടെ 2 എണ്ണം പൊട്ടിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പം ഈ വ്യക്തി 3 വ്യക്തികളുടെ പേര് ഞാനിവിടെ പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടുകാർ മെയിൻ പച്ചയായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം. ഒരു സ്ത്രീയെ കെട്ടിയിട്ട് അടിച്ചു എന്നുള്ള കാര്യം പബ്ലിക്കിൻ്റെ മുമ്പിലേക്കൊക്കെ വന്ന് അവർ പറയുന്നുകൊണ്ട് ഇവർക്ക് നിയമസഹായമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയ ആരുമില്ല, എനിക്കറിയില്ല. എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് സജേഷ്, വീട് തളിപ്പറമ്പ്, എൻ്റെ അനിയത്തി ഭവ്യ, ഇത്രയും ആൾക്കാർ, പിന്നെ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരായിരിക്കും എനിക്ക് എന്താണോ പറ്റുന്നത് അതിനുള്ള ഉത്തരവാദികൾ. ഞാൻ സത്യം പറയാലോ, എനിക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ സഹിക്കാവുന്നതിന് മാക്സിമം സഹിച്ചു. ഒരു വർഷം ഞാൻ മിണ്ടാതിരുന്നു. കുറേ ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ ഫാമിലി ഇഷ്യൂസ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതെ ഉള്ളിൽ അടക്കി ഒതുക്കി അവസാനം സഹിക്കാൻ പറ്റാതെ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ? ഇല്ല, ഇത് പബ്ലിക്കിൽ പറയണ എന്താ പ്രശ്നം? പബ്ലിക് അറിയട്ടെ. പബ്ലിക്കിൽ നാളെ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് സംഭവിക്കുമ്പോൾ വേണമെങ്കിൽ ഇവർ പറയും ഡ്രഗ് അടിച്ചിട്ടാണ് അല്ലെങ്കിൽ വേറെ അവൻ്റെ കൂടെ പോയിട്ടുള്ളതാണ് എന്നൊക്കെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയട്ടെ. ഇതോടെ കിടക്കുമല്ലോ, എവിഡൻസ് ആയിട്ട് കിടക്കുമല്ലോ, അന്ന് ജനങ്ങളും കൂടെ മനസ്സിലാക്കുമല്ലോ. പക്ഷേ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ബാക്കിയുള്ള വീഡിയോ നിങ്ങളവിടെ പോയി കാണുക. ഈ കുട്ടിയുടെ ചാനലിൻ്റെ പേര് ബബി ചാമ്പയിൽ എന്നുള്ളതാണ്. ഓക്കെ, എന്തായിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വിഷയം വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവരുടെ ജീവിതം മടുത്തെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ അവരുടെ അബലയായി അവരുടെ കുഞ്ഞിനെയും ഒക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ, കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവരെ തിരിച്ചു പിടിക്കാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള ശ്രമം നടത്തിക്കൊണ്ട് നിൽക്കുമ്പോഴും അവരെ കൂട്ടമായിട്ട് ആക്രമിച്ചുകൊണ്ട് സ്വന്തം വീട്ടുകാർ തന്നെ നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. സോ എന്തായിരുന്നാലും എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇതിനെന്തായിരുന്നാലും നിങ്ങളുടെ ഈ ഒരു കാര്യം നിയമ സംവിധാനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് നീതി കിട്ടും. ഇതൊക്കെ കണ്ട് ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്. ആരെങ്കിലുമൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ വീഡിയോ അല്ല, ആ കുട്ടിയുടെ വീഡിയോ എത്തിക്കാനുള്ള ശ്രമം നടത്താൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക പ്ലീസ്. കണ്ടിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. നിങ്ങളെ അഭിപ്രായം എന്താ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഹോദരി ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാം മംഗളമായിട്ട് ഭവിക്കും. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.